ഇത്ര വരെ പഠിച്ചിട്ടുള്ളൂ ഒന്നും ഇവിടെ ഒരു ബാരിയർ അല്ല. ഏതൊരു കാലാവസ്ഥയിൽ നിന്ന് ആയിരുന്നാലും അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിൽ വന്നായിരുന്ന ആൾക്കാരായാലും നമുക്ക് കേൾക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു ഫോക്കസ് മൈൻഡോട് കൂടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല രീതിയിൽ സക്സസ് ആവാൻ വേണ്ടി പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ ഫോക്കസ് എന്ന് തന്നെ പറയുന്നത് ഫോളോ ഇൻ വൺ കോഴ്സ് എന്നാണ് അല്ലെ, അണ്ടിൽ സക്സസ്. ഫോളോ ഇൻ വൺ കോഴ്സ് അണ്ടിൽ സക്സസ് എന്നാണ്. ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുന്ന ഇപ്പൊ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഫോക്കസ് മൈൻഡോട് കൂടി കാണുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിനെ മാത്രം നെഞ്ചിലേറ്റിക്കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവാം. അതിന്റെ അടുക്കായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിനെ പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് പോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ വലിയ എഫേർട്ടൊന്നും ഇടുന്നത് പോലെ ഇതിലിടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഇത്ര ഇൻകം കിട്ടും, നിങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാലും ഇൻകം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു ഫോക്കസ് മൈൻഡോട് കൂടിയാണ് ഒരു ബിസിനസ്സിനെ പോലെ വേറൊരു ബിസിനസ്സും കാണുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സക്സസ് ആവാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ മട്ടലിന്റെ മുകളിൽ ചവിട്ടിയ പോലെ എന്നുള്ള ഒരു പഴയ ആൾക്കാർ പറയുന്നുണ്ട് അല്ലെ, അപ്പുറത്ത് ചവിട്ടി ഇപ്പുറം പോന്നു, ഇപ്പുറത്ത് ചവിട്ടി അപ്പുറം പോന്നു, അതേ രീതിയിലായിരിക്കും. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് തോണിയിലും കാല് വെക്കാതെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബിസിനസ്സിനെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല രീതിയിൽ സക്സസ് ആവാൻ വേണ്ടി പറ്റും എന്നുള്ളത് യാതൊരു സംശയമില്ല. കോയിൻ ഫോർജ് ബിസിനസിനെ കുറിച്ച് പഠിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ടെക്നോളജി കംപ്ലീറ്റ് ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ബിസിനസ് മെന്റാലിറ്റി ഉണ്ടാവണം. ആ ബിസിനസ്സിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് ആവാൻ വേണ്ടി പറ്റും അല്ലെ. നമ്മളിപ്പോ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ. ആ ഐഡിയ എന്തായിരിക്കും, നമ്മളെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ മാക്സിമം മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ക്യാപിറ്റലും ഉണ്ടാവും. ക്യാപിറ്റൽ നമ്മൾ ഒരു ബിസിനസ്സിനെ ഫുള്ളായി സക്സസ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ സക്സസ് മേഖലയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കംപ്ലീറ്റ് ക്യാപിറ്റൽ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റുകൾ ആഡ് ചെയ്തുകൊണ്ടോ പുതിയ പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ടോ നമുക്ക് ബിസിനസ്സിന് മുന്നോട്ട് ഗ്രോത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ ആ ഐഡിയ പ്രകാരം നമ്മളതിൽ ഒരു ഐഡിയ മാർക്കറ്റിലേക്ക് നമ്മൾ എത്ര ആൾക്കാരിലേക്ക് ഈ ബിസിനസ്സിന് കൊടുക്കണം എന്നുള്ള മൈൻഡുള്ളവർക്ക് വ്യക്തിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല രീതിയിൽ സക്സസ് ആവാൻ വേണ്ടി പറ്റും. അത് ട്രഡീഷണൽ ബിസിനസ് ആയിരിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ആയിരിക്കട്ടെ, ഡിജിറ്റൽ മേഖല ആയിരിക്കട്ടെ. അപ്പൊ ഏതൊരു മേഖലയിലായിരുന്നാലും നമുക്ക് കിട്ടിയിരിക്കുന്ന ബിസിനസ്സിനെ 100% വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ട്. അതാണ് എംപവർ അക്കാഡമി. 2022 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, എംപവർ പല ടീമുകളിൽ പല ലീഡേഴ്സിലൂടെയും പല ആൾക്കാർ വന്നുകൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാം. ഇതിലൂടെ കൺസിസ്റ്റൻസി ആയിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ഫോളോ വൺ കോഴ്സ് അണ്ടിൽ സക്സസ് എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ജയിച്ചേ മതിയാവൂ എന്ന തിരിച്ചറിവ് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സക്സസ് ആവാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഇന്നത്തെ ഒരു മീറ്റിംഗ് കേൾക്കുക. മീറ്റിംഗ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാനൊരു സ്ലൈഡിന്റെ സഹായത്തോട് കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെഷൻ മനസ്സിലാക്കി തരാം. അറിയുന്നവർ അത് നോട്ട് ചെയ്യുക, അറിയാത്തവർ എന്ത് ചെയ്യാം, മനസ്സിലാക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബിസിനസ് കോയിൻ ഫോർജ് ആയിരിക്കാം അല്ലെ. കോയിൻ ഫോർജ് എന്ന് പറയുന്നത് ഒരു ഡെഫി ഫിനാൻസ് ആണ്. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിലൂടെ റൺ ചെയ്യുന്ന ഒരു Web3 ടെക്നോളജിയിലൂടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അടിസ്ഥാനപരമായിട്ട് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് തന്നെയാണ്, ഒരു എക്കോസിസ്റ്റം തന്നെയാണ്. ഈ ഒരു ബിസിനസ്സിന് ഒരു തീരുമാനമുണ്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഉള്ള ഒരു ഐഡിയ പോലെ ഏതിനുണ്ട്, കോയിൻ ഫോർജിനുണ്ട്. ആ കോയിൻ ഫോർജിന്റെ റോഡ് മാപ്പ് അല്ലെങ്കിൽ ആ ഐഡിയ, ആ റൂട്ട് എന്തായിരിക്കും, വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊജക്ടിന്റെ ഒരു സക്സസ് ലെവലിലേക്ക് എത്തുന്നത് പോലെ ആ റൂട്ട് കറക്റ്റ് ആയിരിക്കും. പുതിയ റൂട്ടുകൾ അല്ലെങ്കിൽ പുതിയ ഐഡിയകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിലൂടെ ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ടാവും. എന്നിരുന്നാലും ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനപരമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ബിസിനസ്സിന് ഒരു മിഷനും ഒരു വിഷനും ഉണ്ട് അല്ലെ. മിഷൻ എന്താ വെച്ച് കഴിഞ്ഞാല്, വിഷൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു സക്സസ് മൈൻഡിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ആ ഒരു റൂട്ടിലേക്ക് എത്തിക്കുന്നത് വരെ എന്ത് ഉണ്ടാവും, അവർ ആ ഒരു ബിസിനസിന്റെ മെന്റാലിറ്റി തന്നെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക. അത് വൺസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡെവലപ്പേഴ്സ്, അദ്ദേഹം ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് ഐഡിയ മാറ്റി കൊണ്ടുവരില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്
ടെക്നോളജി ബേസ്ഡ് ആയിരിക്കുന്ന പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ്. ഏത് വേൾഡിലെ ടോപ്പസ്റ്റ് ബ്ലോക്ക് ചെയിൻ ആയിരിക്കുന്ന 10,000 ചില്ലാനം 16ാം റാങ്കിൽ നിൽക്കുന്ന 10,000 ചില്ലാനം ബ്ലോക്ക് ചെയിനുള്ള ടോപ്പ് റാങ്കിങ്ങിൽ ഇരിക്കുന്ന ഇത്തേറിയം ബേസ്ഡിലെ സെക്കൻഡ് ലെയർ ആണ് ഇത് പോളിഗൺ ബ്ലോക്ക് ചെയിൻ. ആ പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഇത്. അതും പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഇത് കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോയിൻ ഫോർജ് ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് ആദ്യം അറിയേണ്ട ഒരു 4 ടേംസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഒന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നും സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്നും ഡെഫി ഫിനാൻസ് ഡീസെൻട്രലൈസ് ഫിനാൻസ് എന്താണെന്നുള്ളതും ക്രിപ്റ്റോ കറൻസി എന്താണെന്നുള്ളതും എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. ക്രിപ്റ്റോ കറൻസി എന്താണ് ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഇത് അറിവില്ലാത്തവർ എന്ത് ചിന്തിക്കുന്നുണ്ടാവും. ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടത് കൊണ്ട് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് അന്ന് നമ്മൾക്ക് പറഞ്ഞു തരാനില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് കേട്ടിരിക്കുന്ന നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡാണ് ഒരു വ്യക്തിയുടെ മൈൻഡിലേക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം അപ്രോച്ച് ആവുക അല്ലെങ്കിൽ കയറി ചെല്ലുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏതൊരു ബിസിനസ്സിനായാലും നിങ്ങൾ നെഗറ്റീവ് മൈൻഡിനോട് പെട്ടെന്ന് നിങ്ങളെ മൈൻഡിലേക്ക് കയറുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളത് ഒരു ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു വെബ്3 ടെക്നോളജിയിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്ന സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന അതിലൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആയിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു വെബ്3 ടെക്നോളജി ആയിരിക്കട്ടെ, ഈ വെബ്3 ടെക്നോളജി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ സാധാരണ പേപ്പർ കറൻസി ഉപയോഗിച്ചുകൊണ്ടോ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഗോൾഡ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതർ എലമെന്റ് എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക. ഈ വെബ്3 ടെക്നോളജി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിർബന്ധമായിട്ടും അതിന്റെ ബാക്ക് എൻഡിൽ ഒരു ടോക്കൺ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ ഉണ്ടാവണം. ആ ക്രിപ്റ്റോ ഇല്ലാതെ എന്ത് ചെയ്യില്ല, ഇത് മുന്നോട്ട് പോകില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്റർനെറ്റ് റൺ ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം, ഒരു മെക്കാനിസം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇന്റർനെറ്റ് റൺ ചെയ്യണമെങ്കിൽ അതിനൊരു മെക്കാനിസം ഉണ്ടാവും. നമ്മളൊക്കെ എന്താണ് ഇന്റർനെറ്റിന്റെ യൂസേഴ്സ് ആണ്. ഇന്റർനെറ്റ് വരുന്ന സമയത്ത് അതിന് മുന്നേ അതിലൂടെ വർക്ക് ചെയ്തിരിക്കുന്ന അതിന്റെ ഭാഗമായി നിന്ന ആൾക്കാർക്ക് അതിലൂടെ ഒരുപാട് വരുമാനങ്ങൾ നേടാൻ പറ്റിയിരിക്കുന്നത് അന്ന് അവരതിന്റെ ക്ലയന്റ് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറി ആയതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇന്ന് അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. സോ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വെബ്3 എന്ന് പറയുന്ന ഒരു അഡ്വാൻസ് ടെക്നോളജി, കാരണം വെച്ചാൽ കാലഘട്ടം മാറി വരുന്ന സമയത്ത് ടെക്നോളജികൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ആ ടെക്നോളജിയിൽ ഓരോരോ മാറ്റങ്ങൾ വരുന്ന സമയത്ത് ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിലൂടെ കിട്ടിയിരിക്കുന്ന ബിസിനസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് നാളെ സക്സസ് ആവാൻ വേണ്ടി പറ്റൂ എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ കോയിൻ ഫോർജ് ബിസിനസ് എന്ന് പറയുന്നത് വെബ്3 ടെക്നോളജിയിൽ റൺ ചെയ്യുന്ന ഒരു മെക്കാനിസത്തിലൂടെ റൺ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഇത് കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ഈ കോയിൻ ഫോർജിന്റെ ഡെവലപ്പേഴ്സിന് ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഇവർക്ക് ഇന്ന് നമ്മൾ പ്രൊജക്ട് റൺ ചെയ്യുന്ന പോളിഗൺ ബ്ലോക്ക് ചെയിൻ പോലെയുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ക്രിയേറ്റ് ചെയ്യുവാനും അതിന്റെ ഭാഗമായിട്ട് ആ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുവാനും ആ ക്രിപ്റ്റോ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ആവശ്യക്കാർക്ക് ആ ക്രിപ്റ്റോ ആവശ്യം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ക്രിപ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും വലിയ രീതിയിൽ ഗ്രോത്ത് സംഭവിക്കണം അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്. ഇന്ന് നമ്മളെ പോലെയുള്ള ഒരുപാട് കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പ്രൊജക്ടിന്റെ ബെനിഫിഷ്യറി ആവാൻ വേണ്ടി എംപവർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലേക്ക് ഈ ഒരു ബിസിനസ്സിനെ ഫസ്റ്റ് ഇന്ത്യയിലേക്ക് കൊടുത്തിരിക്കുന്നത് എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്ക് തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്തുണ്ട്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്തുണ്ട് അതിലുണ്ട്. അതുകൂടാതെ അവർക്ക് ഈ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് എന്താണെന്നും ഈ കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ആ കമ്മ്യൂണിറ്റിനെ സക്സസ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഉത്തമ ബോധത്തോട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത് എംപവർ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലേക്ക് ഈ ബിസിനസ്സിന് കൊടുത്തിരിക്കുന്നത്. 2025 മാർച്ച് 13 ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, എംപവറിലേക്ക് ഇത് ഡിസ്കസ് ആവുകയും 2025 മാർച്ച് 13 എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫുൾ ഫ്ലെഡ്ജോടുകൂടി കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യലോടുകൂടി അത് എംപവറിലേക്ക് എന്ത് ചെയ്തു, അതിന്റെ ആക്സസ് കിട്ടി എന്നുള്ളതാണ്. എംപവറിനാണ് ആക്സസ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ മുന്നേ നിന്ന ആൾക്കാർ, വിശ്വസിച്ച് കൂടെ നിന്ന ആൾക്കാർക്ക് ഇന്ന് ഒരുപാട് വരുമാനങ്ങൾ നേടിയവരായി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പോസ്റ്റേഴ്സ് ആയിട്ട് ഗ്രൂപ്പിലൊക്കെ കാണുന്നുണ്ടാവും. ഇതൊന്നും ഒരു തള്ളലല്ല, കണ്ടവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിന്റെ വരുമാനങ്ങൾ നേടിയവർക്ക് അതിലേറെ സന്തോഷവും അതിലേറെ അഭിമാനവും ഉള്ള വ്യക്തികളാണ് എന്നുള്ളത് തീർച്ചയാണ്. സോ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം കോയിൻ ഫോർജ് ഗ്ലോബലി എല്ലാ ആൾക്കാർക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹൈലി ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്
വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയും അതിന്റെ ഓൺ ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്രിപ്റ്റോ ടോക്കണുകൾ നാളെ ഇതിന്റെ ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റിക്കൊണ്ട് ആ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുകൊണ്ട് വെറും പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന മേഖലയാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ബ്ലോക്ക് ചെയിൻ എന്താണെന്നുള്ളതും സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്നുള്ളതും ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് എന്താണെന്നുള്ളതും ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവും. എന്നാലും ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള ടെക്നോളജി നിങ്ങൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഷെരീഫ് സാറിന്റെ പോക്കറ്റിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അത് ഫിസിക്കൽ മണിയാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? ആ പണം കൈകൊണ്ട് തൊടുവാനും അത് ടച്ച് ചെയ്യാനും അത് രസിക്കുവാനും മീൻസ് ടേസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ സ്മെൽ അറിയാനും എല്ലാം ഒക്കെ പറ്റുന്നുണ്ടാവും. നേരെ മറിച്ച് അതേ 1000 രൂപ ഗൂഗിൾ പേ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ വേറൊരു വ്യക്തി വിഷ്ണു സാറിലേക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഗൂഗിൾ പേയിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സാധനത്തിന് ഡിജിറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നല്ലാതെ അതൊരിക്കലും ടേസ്റ്റ് ചെയ്യാനോ അത് ടച്ച് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മൂല്യമുള്ള ഒരു വസ്തു വേറൊരു വ്യക്തിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതൊരു മൂല്യമുള്ള ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ ആ വസ്തുവിന് എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ക്രിപ്റ്റോ കറൻസിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസിന് ഒരു ക്രിപ്റ്റോഗ്രാഫി അധിഷ്ഠിതമായി റൺ ചെയ്യുന്ന ഒരു സെർവറിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ അത് സേവ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ പിയർ ടു പിയർ ട്രാൻസാക്ഷൻ 2018 മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിറ്റ് കോയിൻ ആണ് ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പിയർ ടു പിയർ ട്രാൻസാക്ഷൻ കൊണ്ടുവന്നത് 2019 അത് എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് എന്താണ് ക്രിപ്റ്റോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അനീഫ സാറിന്റെ കയ്യിലുള്ള 1000 രൂപയുടെ ഒരു ഡിജിറ്റൽ രൂപമാണ്. എന്താണ്? ഒരു ഫിസിക്കൽ പണത്തിന്റെ ഒരു ഡിജിറ്റൽ രൂപമാണ് ക്രിപ്റ്റോ കറൻസി. ആ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലൂടെ റൺ ചെയ്യുന്നതാണ്. വൺസ് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം അതേ രീതിയിലായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് വരുന്ന കറൻസികളുണ്ട്, അത് വന്ന ശേഷം ഡീലിസ്റ്റ് ചെയ്യുന്ന കറൻസികളുണ്ട്. ഡീലിസ്റ്റിംഗ് മീൻസ് പല കറൻസികളായിട്ട് മെർജിങ് ആവാതെ അല്ലെങ്കിൽ സ്വാപ്പിംഗ് സിസ്റ്റം റൺ ചെയ്യാത്ത രീതിയിലേക്ക് പോകുന്ന കറൻസികൾ മാർക്കറ്റിലുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻ ഫോർജിനെ പോലെയുള്ള ഒരു പ്രൊജക്ട് ഇല്ലാതെ ഒരു കമ്മ്യൂണിറ്റി ഇല്ലാത്ത പല പ്രോഗ്രാമുകളും ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്ന ഒരുപാട് കറൻസികൾ, ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് വരുമാനങ്ങൾ മാത്രം ആഗ്രഹിച്ച് കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ മാർക്കറ്റിൽ വന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം കോയിൻ ഫോർജ് എന്ന് പറയുന്ന ബിസിനസ്സിന് എന്തുണ്ട്? ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൂടാതെ കോയിൻ ഫോർജിന് എന്തുണ്ട്? ഒരു പ്രൊജക്ട് ഉണ്ട്. ആ പ്രൊജക്റ്റിലൂടെ യൂസ് ചെയ്യുന്ന കറൻസി ആയിട്ട് എന്ത് ചെയ്യും? നാളെ ഇതിന്റെ ഓൺ കറൻസി ആയിട്ട് മാറും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വരുമാനം കിട്ടുന്ന US ഡോളറിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഏതൊരു പ്രൊജക്റ്റും റൺ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഡിജിറ്റൽ പണം അത്യാവശ്യം തന്നെയാണ് അല്ലെ? അപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പണം എന്ന് പറയുന്നത് US ഡോളറാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ കറൻസി ആയിരിക്കുന്ന കോയിൻ ഫോർജിന്റെ ഓൺ കറൻസി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നാളെ ഇതിന്റെ ഓൺ അല്ലെങ്കിൽ US ഡോളറിലേക്കോ അല്ലെങ്കിൽ അതർ ഡോളറിലേക്കോ സ്വാപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടോട്ടലി ഉള്ളത് 100 കോടി ക്രിപ്റ്റോ കറൻസിയാണ് മാർക്കറ്റിൽ റൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഡെവലപ്പർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ 100 കോടിയിൽ ഇത് കിട്ടുന്ന വ്യക്തികൾ ആരാണ്? ഇതിന്റെ ഓൺ ക്രിപ്റ്റോ ടോക്കൺ CF ടോക്കൺ ഏൺ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഓൺ ക്രിപ്റ്റോ കറൻസി ലഭിക്കുന്നത് എന്നുള്ളതാണ്. അത് എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക്കലി ഒരു സിസ്റ്റത്തിലൂടെയാണ് എന്ത് ചെയ്യുക? അത് നിങ്ങൾക്ക് മാറി കിട്ടുക. അതിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ഇന്ന് ഇതിന്റെ ക്രിപ്റ്റോ ടോക്കണുകൾ ഏൺ ചെയ്ത് വെച്ചിരിക്കണം. ഏൺ ചെയ്ത് വെച്ചവർക്ക് മാത്രം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇന്ന് കാണുന്ന ടോക്കൺ നാളെ അവിടെ നിങ്ങളുടെ കോയിൻ ഫോർജിന്റെ ഓൺ കറൻസിയായി മാറി വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യില്ല, അങ്ങനെ സാധിക്കില്ല എന്നുള്ളത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ഇവിടെ മാക്സിമം കോയിൻ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അത് ഇതിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് $4140. 4140 ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കാം. ആ 4140 മേലെ നിങ്ങൾക്ക് കിട്ടുന്നത് മാക്സിമം ക്രിപ്റ്റോ ടോക്കൺ കിട്ടുന്നത് അതിന്റെ 50% ആണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ $3090 സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം 1545 കോയിനാണ് അവിടെ ലഭിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പ്രോഗ്രാം ആയിരിക്കുന്ന ഫോർജറൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം 1050 ക്രിപ്റ്റോ ടോക്കൺ ആണ് ലഭിക്കുന്നത്. അപ്പോൾ 1050ഉം 1545 ഏകദേശം 2600 ക്രിപ്റ്റോ ടോക്കൺ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മേലെ ക്രിപ്റ്റോ ടോക്കൺ ഉള്ള വ്യക്തികൾക്ക് നാളെ മാർക്കറ്റിലേക്ക് ഇതിന് $1 അല്ലെങ്കിൽ 100 രൂപ വന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ സമയത്ത് നിങ്ങൾക്ക് അത് വിറ്റുകൊണ്ട് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൂടാതെ നിങ്ങൾക്ക് ക്രിപ്റ്റോ മാക്സിമം ഏൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം?
മാക്സിമം കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഇതിന്റെ ഡെവലപ്പർക്ക് ഒരു ഉദ്ദേശം എന്താണ്? ഒരു ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇത് ഈ പ്രൊജക്ട് കിട്ടിയിരിക്കുന്നു എന്നുള്ള എന്ത് ചെയ്യാം നമ്മൾ ആകത്ത് മനസ്സിലാക്കുക. സോ 100 കോടി ക്രിപ്റ്റോ ടോക്കണുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കറക്റ്റ് കാണുന്നുണ്ടാവും. 100 കോടി ക്രിപ്റ്റോയിൽ ഏർലി യൂസേഴ്സ് അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് റെഫറൻസ് ചെയ്യുന്നവർക്ക് ടോട്ടലി 15+5 20 കോടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോ ഇത് ഏർലി യൂസേഴ്സിന് മാത്രമേ ലഭിക്കൂ എന്നുള്ളത് എന്ത് ചെയ്യുക ആദ്യം നമ്മളെ മൈൻഡിലേക്ക് കയറ്റുക. മുന്നേ മാക്സിമം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിന്റെ ഏർലി യൂസേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ റെഫറൽ ചെയ്തുകൊണ്ടോ മാക്സിമം റെഫറൽ ചെയ്തുകൊണ്ടോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിന്റെ ക്രിപ്റ്റോ ടോക്കൺ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ റെഫറൽ ചെയ്യാമെന്നുള്ള മൈൻഡ് സെറ്റിലാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എയർ ഡ്രോപ്പിലൂടെ അല്ലെങ്കിൽ റെഫറൽ ചെയ്തുകൊണ്ട് കിട്ടുന്ന ക്രിപ്റ്റോ ടോക്കൺ 75% കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കുക. നാളെ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് 1 വർഷം കഴിയട്ടെ എന്നിട്ട് ഞാൻ റെഫർ ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇതിന്റെ കൂടെ നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ആ സമയത്ത് ഇത് കിട്ടുന്നുണ്ടാവില്ല. കാരണം ഇതിന്റെ ഓട്ടോമാറ്റിക്കലി ഒരു സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ അത് കംപ്ലീറ്റ് ആവലോട് കൂടി എന്ത് ചെയ്യും, ആ എയർ ഡ്രോപ്പിലൂടെ കിട്ടുന്ന ഫ്രീ റെഫർ ചെയ്തുകൊണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഇത് മുന്നേ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ടോക്കൺ അവിടെ കിട്ടില്ല എന്നുള്ളത് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. നാളെ അത് എന്ത് ചെയ്യും, മൈനിങ് പ്രോഗ്രാമിലൂടെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇവിടെ ഏർലി അഡോപ്ഷന്റെ ഭാഗമായി വരുന്ന ആൾക്കാർക്കും റെഫർ ചെയ്യുന്ന വ്യക്തികൾക്കും ടോട്ടലി 20 കോടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ പബ്ലിക് പ്രീസെലീസ് ഇത് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കാത്ത ശേഷം വരുന്ന അതർ കറൻസിയുമായിട്ട് സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 15 കോടി ക്രിപ്റ്റോ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ലിക്വിഡിറ്റി ആൻഡ് ഡെക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ഈ ഒരു പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ ഏതൊരു പ്രൊജക്ടിന്റെയും ആകത്തുക എന്ന് പറയുന്നത് ആ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ്. ആ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 10 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ ടെക്സ് എന്ന് പറയുന്ന ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഈ കമ്മ്യൂണിറ്റിയിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടലി 10 കോടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എക്കോസിസ്റ്റം മൈനിങ് എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട്, ഫോർജറൈസ്, ഫോർജറിബോൾ എന്ന് പറയുന്ന 2 സിസ്റ്റം നിങ്ങൾക്ക് പേര് കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു അഫിലിയേഷൻ മാർക്കറ്റിംഗ് ആണ്. ആ അഫിലിയേഷൻ മാർക്കറ്റിംഗിലൂടെ കിട്ടാത്ത വ്യക്തികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നാളെ എക്കോസിസ്റ്റം മൈനിങ് എന്ന് പറയുന്ന ഡബിൾ പേയ്മെന്റ് കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് ഒരു മൈനിങ് സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്. ഇവർ മൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കറൻസി മൈനിങ് പ്രോഗ്രാമിലൂടെയും സപ്ലൈ ചെയ്യാൻ വേണ്ടി അവിടെ 20 കോടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് ഒരു 15 കോടി ഈ ഒരു പ്രൊജക്ടിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ അതിന്റെ 15 കോടി ക്രിപ്റ്റോ ടോക്കൺ ഇന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടീം ആൻഡ് അഡ്വൈസേഴ്സ്. ഇതിന്റെ കൂടെ നിൽക്കുന്ന ടെക്നിക്കൽ ടീം ആയിരിക്കട്ടെ അല്ലെങ്കിൽ അഡ്വൈസേഴ്സ് ആയിരിക്കട്ടെ, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 10 കോടി അല്ലെങ്കിൽ 100 മില്യൺ ടോക്കൺ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ട്രഷറി ആൻഡ് പാർട്ട്നേഴ്സ് ഇതിന്റെ പാർട്ട്ണർഷിപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയും ഇതൊരു ലീഗലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 10 കോടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ 100 മില്യൺ കോയിൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിന്റെ ഡെവലപ്പേഴ്സിന്റെ കയ്യിലുണ്ടാകുന്ന ടോട്ടലി 10 കോടി ലിക്വിഡിറ്റിയിൽ ഉണ്ടാകുന്ന 15 കോടി പബ്ലിക് സെയിലൂടെ അവർക്ക് കിട്ടുന്ന വരുമാനവും കൂടാതെ 10 കോടി ലിക്വിഡിറ്റിയിൽ ഉണ്ടാവുന്നതും അവരുടെ ഡെവലപ്മെന്റ് ഫണ്ടിന് വേണ്ടി 15 കോടിയും അതുകൂടാതെ അവരുടെ ടീമിന് കൊടുക്കുന്ന ടീമിലേക്ക് പോവുകയാണെങ്കിലും 10 കോടി എന്ത് ചെയ്യുന്നുണ്ട് പാർട്ട്ണർഷിപ്പിലൂടെയും കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പോയിന്റിന്റെ വാല്യൂ നാളെ ഏറ്റവും വാല്യൂയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇന്ന് ഈ പ്രോഗ്രാമിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, നാളെ അതിന്റെ അസറ്റ് ലഭിക്കുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എന്നുള്ളത് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. സോ ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിന്റെ റോഡ് മാപ്പ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് കിക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2025 മാർച്ചിലാണ്. പ്രൊജക്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ലെവൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫോർജറൈസ് എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഏതൊരു പ്രൊജക്ടിനെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കമ്മ്യൂണിറ്റി നിർബന്ധമായത് കൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിലൂടെ അവിടെ എന്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഓൺ ക്രിപ്റ്റോ ടോക്കൺ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ക്രിപ്റ്റോ ടോക്കൺ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലൂടെ അതിന് എഫേർട്ട് ഇടുന്ന അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അവിടെ ഒരു ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രീമിയം കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2025 ഡിസംബറിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ Q4 2025 അല്ലെങ്കിൽ ആ വർഷത്തിലെ ലാസ്റ്റ് വർഷം എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് Q4 ആണ്. സെക്കൻഡ് ലെവൽ ഓഫ് പ്രോഗ്രാം ഫോർജ് റിവോൾവ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് പല ആൾക്കാരും ഏറ്റവും കൂടുതൽ വരുമാനം എടുക്കുന്നതും ആ ഫോർജ് റിവോൾവ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയാണ്. മാക്സിമം കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് വരുമാനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഈ 2 പ്രോഗ്രാമിലേക്കും ഫുള്ളി ഓണർഷിപ്പ് എടുത്ത വ്യക്തികൾ
അവർക്ക് ഓണർഷിപ്പ് എടുത്തതുപോലെ 5 വ്യക്തികളിലേക്ക് ഓണർഷിപ്പ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് വരുമാനങ്ങൾ കിട്ടുന്ന ഒരു മാസാമാസം ഒരു വരുമാനം നിങ്ങളെ മൈൻഡിലൊക്കെ അറിയാം. നിങ്ങൾക്ക് മാസം സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്തറിയാം, സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ കോയിൻ ഫോർജിന്റെ ഈ 2 ബിസിനസ്സിന് നിങ്ങൾ ചെറിയൊരു എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ക്രൈറ്റീരിയ മാച്ച് ചെയ്ത് നിങ്ങൾക്ക് മാസം വരുമാനം കിട്ടുന്ന ഒരു റോയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ NFT എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. അത് മാസം എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാമാണ് ജനുവരി 2026 സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈനിങ് സപ്ലൈ എന്ന് പറയുന്ന പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട് 2026 Q1 ഏപ്രിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഏതെങ്കിലും ഒരു മാസത്തിൽ എന്ത് ചെയ്യണം ഉണ്ടാവും. അവിടെ ക്രിപ്റ്റോ ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ക്രിപ്റ്റോ ടോക്കണുകൾ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നുണ്ട് ബാക്കിൽ വരുന്നുണ്ട്. ഈ ഏർലി അഡോപ്ഷന്റെ ഭാഗമായിട്ട് കിട്ടാത്ത ആൾക്കാർക്കും റെഫറൽ ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാർക്കും കിട്ടുന്ന പ്രോഗ്രാമാണ് ബാക്ക് വരാനുള്ളത്. നെക്സ്റ്റ് പറഞ്ഞാൽ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോക്കണുകളെ ഇതിന്റെ ക്രിപ്റ്റോ കറൻസി ആയിട്ട് മാറ്റാൻ വേണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടാതെ എക്സ്ട്രാ ക്രിപ്റ്റോ ടോക്കണുകൾ അതിലൂടെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്നുണ്ട്. എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഡെക്സ് എന്ന് പറയുന്ന ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, അതേപോലെ മാർക്കറ്റ് പ്ലേസ്, ഈ റോയൽറ്റി എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഒരു NFT നോൺ ഫണ്ടബിൾ ടോക്കണിലൂടെയാണ് അത് ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നത്. ആ NFT കിട്ടുന്ന വ്യക്തികൾക്ക് കിട്ടിയിരിക്കുന്ന NFT ഇപ്പൊ പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന റോയൽറ്റി NFT എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് വിഷ്ണു സാറിന് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. ആ സെല് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്രിപ്റ്റോ പോലെയുള്ള നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോക്കൺ പോലെയുള്ള ഒരു ടോക്കണാണ് ഇത് NFT എന്ന് പറയുന്ന ടോക്കൺ. ആ NFT ടോക്കൺ നിങ്ങൾക്ക് സെല് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നാളെ മാർക്കറ്റിൽ കോയിൻ ഫോർജിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഗെയിമിംഗ് പ്രോഗ്രാം എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓൺ ബ്ലോക്ക് ചെയിനിൽ ഗെയിമിംഗ് പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗെയിമിംഗ് പ്രോഗ്രാം കളിച്ച് അല്ലെങ്കിൽ ആ ഗെയിം കളിച്ചുകൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വരുമാനങ്ങൾ, അസറ്റുകൾ, ഓണർഷിപ്പ് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോയിൻ ലിസ്റ്റിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോ ഈ ഒരു പ്രൊജക്റ്റിൽ വരുന്ന അറിവില്ല വ്യക്തികൾ ചോദിക്കുന്നുണ്ടാവും, ഈ കോയിൻ എപ്പോൾ ലിസ്റ്റ് ചെയ്യും, ഈ കോയിൻ ലിസ്റ്റിംഗ് നടക്കുമോ, അല്ലെങ്കിൽ ഈ കോയിൻ ലിസ്റ്റ് ചെയ്യില്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ആക്ച്വലി എന്താണ് ലിസ്റ്റിംഗ് എന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ആദ്യം പഠിക്കുക. ലിസ്റ്റിംഗ് എന്താണ്? ലിസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോയിൻസിന് അല്ലെങ്കിൽ ഈ പ്രൊജക്ടിന്റെ ക്രിപ്റ്റോ കറൻസിനെ നാളെ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പബ്ലിക്കലി ഏതൊരു കറൻസി ആയിട്ടും മർജ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ സ്വാപ്പിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ ഈ കോയിൻ ഉപയോഗിച്ചുകൊണ്ട് ബിറ്റ് കോയിൻ പോലെയുള്ള USDT പോലെയുള്ള ഇത്തേറിയം പോലെയുള്ള സൊളാന പോലെയുള്ള BNB പോലെയുള്ള പല കറൻസിയിലേക്കും സ്വാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിസ്റ്റത്തിനെയാണ് കോയിൻ ലിസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ പബ്ലിക്കലി എല്ലാ കറൻസിയുമായിട്ട് മെർജ് ചെയ്ത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കറൻസി ആയിട്ട് മാറും എന്നുള്ളതാണ് കോയിൻ ലിസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിസ്റ്റ് ചെയ്ത കോയിൻ നാളെ മാർക്കറ്റിൽ എന്ത് ചെയ്യാം, ഡീലിസ്റ്റ് ചെയ്യപ്പെടാം. എന്തുകൊണ്ടാണ് ഡീലിസ്റ്റ് ചെയ്യപ്പെടുന്നത്? ആ കറൻസിക്ക് വ്യക്തമായ ഒരു പ്രൊജക്ട് ഇല്ലാത്തത് കൊണ്ടാണ് അത് ഡീലിസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ വ്യക്തമായ ഒരു കമ്മ്യൂണിറ്റിയോ ഒരു പ്രൊജക്റ്റോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നാളെ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഔട്ട് ഓഫ് ആയി പോകുന്നത് അല്ലെങ്കിൽ വാനിഷ് ആയി പോകുന്നത്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് വാനിഷ് ആയി പോവാം. ഓക്കെ, അപ്പോ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം അവിടെ വ്യക്തമായിട്ട് ഒരു പബ്ലിക്കിലുള്ള ഒരു മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യും, അത് ലിസ്റ്റ് ചെയ്യപ്പെടും. അത് ബിനാൻസ് പോലെയുള്ള Tier 1 കാറ്റഗറിയിലെ എക്സ്ചേഞ്ചിലേക്ക് അത് ലിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് 0.50 ലിസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് അതിന് വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മണി അറൗണ്ട് ഒരു 50 രൂപയിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ക്രിപ്റ്റോ ടോക്കണുകളെ നാളെ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇന്ത്യൻ മണി ഒരു 50 രൂപയിൽ തോതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഇന്ന് മാക്സിമം കിട്ടുന്നത് ക്രിപ്റ്റോ ടോക്കണുകളായിട്ടാണ്. ആ ടോക്കണുകൾ നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്താൽ 1:1 എന്നുള്ള രീതിയിലാണ് ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറുക. അപ്പോൾ മാക്സിമം ക്രിപ്റ്റോ ടോക്കണുകളെ കളക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിലൂടെ ഒരു 80% US$, അല്ലെങ്കിൽ ഒരു 50% അപ് ടു 50% വരെ ടെർമിനൽ 40 എന്ന് പറഞ്ഞ ഒരു മെക്കാനിസത്തിലൂടെയും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പ്രൊജക്ട് റൺ ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോളിഗൺ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന വേൾഡിലെ ടോപ്പസ്റ്റ് ബ്ലോക്ക് ചെയിനിലാണ് ഇത് റൺ ചെയ്യുന്നത്. അതും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ വംശജനാണെങ്കിലും ഈ പ്രൊജക്ട് ഈ പോളിഗൺ കണക്ട് ചെയ്ത് സെക്കൻഡ് ലെയർ ആയിട്ട് കണക്ട് ചെയ്ത് ഇത്തേറിയം ബോട്ടിന്റെ ഇത്തേറിയം എന്ന് പറയുന്ന കറൻസിയുടെ അല്ലെങ്കിൽ ഇത്തേറിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിന്റെ സെക്കൻഡ് ലെയർ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എങ്കിലും ഇവിടെ ട്രാൻസാക്ഷൻ എലമെന്റ് $, ആണ്. ഇതൊരു വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ യൂസേഴ്സിനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്ന് വെച്ചാൽ പിയർ ടു പിയർ ഒരു പേഴ്സൺ ഒരു പേഴ്സണിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എന്നുള്ളത് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ 100% ഡീസെൻട്രലൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് വൺസ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ അഗ്രിമെന്റിൽ ഇത് ക്രിയേറ്റ് ചെയ്യലോടുകൂടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു വ്യക്തിക്കും അത് ഡിമോട്ട് ചെയ്യാനോ ഷട്ടർ ഇട്ട് പോകാനോ പറ്റില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുക മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്ലോബലി
ഇതൊരു ഗ്ലോബൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ, അത് US ഡോളറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഗ്ലോബൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദുനിയാവിന്റെ ഏത് കോണിൽ നിന്നും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ബിസിനസ്സിനെ ആക്സസ് ചെയ്യാനും അതിലൂടെ വരുമാനം നേടാൻ വേണ്ടി പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സോ ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇനിയാണ് നമ്മൾ കേൾക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് അവിടെ വരും എന്നുള്ളത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ഫോർജ് റൈസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ് ഇതിന്റെ ആദ്യത്തെ പ്രോഗ്രാം, അല്ലെങ്കിൽ ആദ്യത്തെ അഫിലിയേഷൻ മാർക്കറ്റിംഗ് പ്രോഗ്രാം എന്നുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആ അഫിലിയേഷൻ ഫോർജ് റൈസ് പ്രോഗ്രാം ആക്സസ് ചെയ്താൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോയിൻഫോർജിന്റെ ഓൺ ടോക്കൺ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ റഫറൽ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് റഫറൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റഫറൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കൂടാതെ നിങ്ങൾ കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ കമ്മ്യൂണിറ്റിയിലൂടെ ജനറേഷൻ ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അതുകൂടാതെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്ന ഈ പ്രൊജക്ടിന്റെ ഫോർജ് റൈസ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ ഗ്ലോബൽ ഷെയർ സിസ്റ്റം ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ രീതിയിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന്റെ ഒരു ഷെയർ ലഭിക്കുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കൂടാതെ ഈ ഒരു പ്രൊജക്ടിനെ ഫുള്ളി ആക്സസ് ചെയ്ത വ്യക്തികൾക്കാണ് റോയൽറ്റിയിലേക്കുള്ള ബേസിക് എലിജിബിലിറ്റി ആവുക. അതുകൂടാതെ ക്രിപ്റ്റോ എയർ ഡ്രോപ്പും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇതിന് ടോട്ടലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 6 സ്മാർട്ട് കോൺട്രാക്റ്റുകളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 6 സ്മാർട്ട് കോൺട്രാക്ടിന്റെ ആക്സസിന് അല്ലെങ്കിൽ ഓണർഷിപ്പിന് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, 6 ലെവൽ വാല്യൂസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് മീറ്റിംഗ് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വ്യക്തികൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ലെഫ്റ്റ് ചെയ്യാതെ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന വ്യക്തികളായിട്ട് മുന്നോട്ട് വരിക. നിങ്ങൾ ലെഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറച്ച് കാര്യങ്ങൾ കേൾക്കാത്ത അവസ്ഥയിലാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൺഫ്യൂഷനാവും. സോ ഫോർജ് റൈസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി അവിടെ $1050 US ഡോളറിന്റെ ബിസിനസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. $1050 നിങ്ങൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം വരുമാനം നേടാൻ പറ്റുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിന്റെ ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു 6 മെത്തേഡിലാണ്. 6 മെത്തേഡിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമാനം എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ $50 തുടങ്ങി $300 വരെ ടോട്ടലി $1050 ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് ഒരു 50 ക്രിപ്റ്റോ ടോക്കൺ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, $50 വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഫോർജ് റൈസിൽ സ്റ്റാർട്ട് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് ആക്സസ് ഉണ്ടാവും, 5 ജനറേഷൻ മെട്രിക്സ് എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിട്ടുണ്ടാവും. ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്ന ആക്സസ് കിട്ടണമെങ്കിൽ മിനിമം $150 സ്റ്റാർട്ടിംഗ് ആണുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ 5 ജനറേഷൻ മെട്രിക്സിൽ വരുന്നത് 50-ന്റെയും 100-ന്റെയും 200-ന്റെയും 250-ന്റെയും ഏകദേശം $600 ബിസിനസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, 5 ജനറേഷൻ മെട്രിക്സിൽ ഉള്ളത്. അതുകൂടാതെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിൽ $450 ബിസിനസ് ആണ് അവിടെ ഉള്ളത്. അതിൽ ആക്സസ് ഉണ്ടെങ്കിൽ അതിന്റെ ഗ്ലോബൽ ഷെയർ ആ പ്രൊജക്ടിന്റെ 40% ഒരു ഷെയർ കിട്ടുന്ന വ്യക്തികളായിട്ട് മാറും എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ $1050 ആക്സസ് ഉള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം ആ $1050 നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1050 ക്രിപ്റ്റോ ടോക്കൺ ലഭിക്കുകയും നിങ്ങൾക്ക് എക്സ്ട്രാ ക്രിപ്റ്റോ ടോക്കൺ ആവശ്യമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ 25% ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് ഇതിലൂടെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയിലേക്ക് 1050 ക്രിപ്റ്റോ ടോക്കൺ അല്ലെങ്കിൽ 1050 ക്രിപ്റ്റോ ടോക്കൺ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലിങ്ക് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, ഡീസെൻട്രലൈസ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, 40% റെഫറൽ ഏർണിങ്സും കൂടാതെ 5 ജനറേഷൻ മെട്രിക്സിൽ നിങ്ങൾക്ക് ഒരു ആക്സസ് ഉണ്ടായത് കൊണ്ട് അവിടെ ഒരു 40% ഒരു ഷെയർ 5 ആൾക്കാർക്ക് കിട്ടുന്ന ഷെയറിൽ നിന്ന് 8% നിങ്ങൾക്ക് ലഭിക്കുകയും കൂടാതെ നിങ്ങൾക്ക് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്ന ഒരു ഇൻകം സോഴ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും നിങ്ങൾക്ക് മാത്രമല്ല ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളെക്കാൾ മുന്നേ വന്നിരിക്കുന്ന വ്യക്തികളിലേക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന്റെ ഒരു ഷെയർ ലഭിക്കുന്നുണ്ടാവും. കൂടാതെ $1050 25% ക്രിപ്റ്റോ ടോക്കണുകളും നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇതിന്റെ ബേസിക് ആണ്. ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് വരുമാനം ലഭിക്കുന്ന അടുത്തൊരു പ്രോഗ്രാമാണ് ഫോർജ് റിവോൾവ്. സോ ഈ ഒരു പ്രോസസ്സ് റൺ ചെയ്യുന്നത് ഒരു റിവോൾവിംഗ് മെട്രിക്സിലായതുകൊണ്ട് തന്നെ ഫോർജ് റൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 5 ജെൻ മെട്രിക്സിലായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 5 ജെൻ സിസ്റ്റം ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. വെച്ചാൽ 5 നമ്പേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളിവിടെ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ സ്ട്രക്ചറിൽ വന്ന് കണക്ട് ആവുന്നുണ്ടാവുക. നിങ്ങൾക്ക് 5 വ്യക്തികൾ ഉള്ളതുപോലെ നിങ്ങൾ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തികൾക്കും ഒരു 5 റെഫറൽസോ അല്ലെങ്കിൽ ഒരു റെഫറലോ എത്ര റെഫറലും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ എക്സ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, അദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർക്കും വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം ഏതിലുണ്ട്,
കോയിൻ ഫോർജിന്റെ ഫോർജ് റൈസിലുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് സ്ലൈഡിൽ പറയുകയാണെങ്കിൽ ഫോർജർ റിവോൾവിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് പ്രോഗ്രാമിലേക്കും, ഫോർജ് റൈസ് എന്ന് പറയുന്ന ബേസിക് പ്രോഗ്രാമിലേക്കും ഫോർജ് റിവോൾവ് എന്ന് പറയുന്ന പ്രീമിയം പ്രോഗ്രാമിലേക്കും ഭാഗമായിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ എന്ത് ലഭിക്കും, ഫോർജ് റൈസിന് അല്ലെങ്കിൽ കോയിൻ ഫോർജിന്റെ റോയൽറ്റി കിട്ടുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി പറ്റും. അതിന് എന്ത് വേണം, ഫുള്ളി ആക്സസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഫോർജ് റിവോൾവിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ കോയിൻ ഫോർജിന്റെ ഫോർജ് റൈസിൽ ഉള്ളതുപോലെ ഫോർജ് റിവോൾവിന് എന്തുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്. അവിടെ കോയിൻ ഫോർജിന്റെ ടോക്കൺ ഉണ്ട്, റഫറൽ ഏർണിംഗ്സ് ഉണ്ട്, കൂടാതെ റിവോൾവിംഗ് മാട്രിക്സിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, എയർ ഡ്രോപ്പിന്റെ ആക്സസ് ലഭിക്കും, റോയൽറ്റിയും കിട്ടും. ഓക്കെ, അത് എങ്ങനെയാണ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആരാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അവരുമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇന്ററാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ സെക്ഷന്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ട് 1, 2, 3 പ്രാവശ്യം എന്ത് ചെയ്യുക, കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുവരെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഫോർജ് റൈസിനെ സംബന്ധിച്ചോളം $1050 ഇന്ത്യൻ മണി ഏകദേശം 1 ലക്ഷം രൂപയുടെ സ്മാർട്ട് കോൺട്രാക്ട് ആണ്. അവിടെ ഓണർഷിപ്പ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഫുള്ളി ഓണർഷിപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 3 ലക്ഷം രൂപ ഓണർഷിപ്പ് എടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് $15 ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ 1500 രൂപ ഇട്ടുകൊണ്ടും ഈ ഒരു ബിസിനസിന്റെ ഭാഗമാകാം. ഒരു ബിസിനസ് ചെയ്യാൻ വരുന്ന വ്യക്തികൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ഷോപ്പ് ഇടണമെങ്കിൽ 1500 രൂപ കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഷോപ്പ് ഇടാൻ വേണ്ടി പറ്റില്ല അല്ലെ. നിങ്ങൾക്ക് ഒരു സാധനം അവിടെ വെച്ച് കച്ചവടം ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1500 രൂപയുടെ സാധനം വെച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഫുട്പാത്തിലോ അല്ലാത്ത ഏരിയകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലെ. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഷോപ്പ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ ആ ഷോപ്പിലേക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവച്ചുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, 1500 രൂപയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്നാൽ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് 1500 രൂപ ഇട്ടിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വരുമാനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഓണർഷിപ്പ് ആവണം എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 1500 രൂപ മുതൽ 3 ലക്ഷം രൂപ ഇട്ടിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് അവിടെ 2 സിസ്റ്റത്തിലാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ടെർമിനൽ 3 എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെയും, രണ്ട് പറയുന്നത് ടെർമിനൽ 14 നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ടെർമിനൽ 3 ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് അവിടെ $15, $100, $200, $1500. ഈ ടെർമിനൽ 3 അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഓണർഷിപ്പ് എടുക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഏത് ലെവലിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ $15 എടുത്ത വ്യക്തിക്ക് അടുത്ത $100 അതേപോലെ $200, $1500 ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് $1500 ചെയ്യുന്ന വ്യക്തിക്ക് 750 ക്രിപ്റ്റോ ടോക്കൺ കിട്ടുന്നു, $200 ചെയ്ത വ്യക്തിക്ക് 100 ടോക്കൺ കിട്ടുന്നു, 100 ചെയ്ത വ്യക്തിക്ക് 50, 15 ചെയ്ത വ്യക്തിക്ക് 7.5 അല്ലെ. അങ്ങനെയാണെങ്കിൽ ടെർമിനൽ 3 എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ടെർമിനൽ 3 എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെയും ടെർമിനൽ 14 എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളെ മുടക്കിയിരിക്കുന്ന തുക അതിന്റെ നേരെ 50% എന്ത് ചെയ്യുന്നുണ്ടാവും, ക്രിപ്റ്റോ ടോക്കൺ ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, കൂടാതെ പറയുകയാണെങ്കിൽ $15 വ്യക്തി ആക്സസ് ചെയ്യലോടുകൂടി ടെർമിനൽ 3 നിങ്ങൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബിസിനസ്സിന് വേറൊരു വ്യക്തിയിലേക്ക് അത് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നുണ്ടാവും, 75% നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ക്രിപ്റ്റോ ടോക്കൺ കിട്ടുന്നുണ്ടാവും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് $15 സ്റ്റാർട്ട് ചെയ്തിട്ട് ആ $15 അടുത്തൊരു വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യലോടുകൂടി അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ടാവും, 7.5 ക്രിപ്റ്റോ ടോക്കൺ കിട്ടുന്നുണ്ടാവും. നിങ്ങളെ സംബന്ധിച്ചോളം ഏകദേശം 11 ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ ടോക്കൺ എവിടെ നിന്ന് കിട്ടും, നിങ്ങൾ റെഫറൽ ചെയ്യുന്ന സമയത്ത് കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ $1500 ബിസിനസ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ $1500 750 കോയിൻ അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിനേക്കാൾ കൂടുതൽ 1000 സംതിങ് ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിലൂടെ ലഭിക്കുന്നുണ്ടാവും. അപ്പോ ഇതിന്റെ 2 ഓണർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ടെർമിനൽ 3 ടെർമിനൽ 14 മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടെർമിനൽ 3 ആണ് ആക്സസ് ഉള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അടുത്തൊരു ആക്സസ് കിട്ടണമെങ്കിൽ ടെർമിനൽ 14 എന്ന് പറയുന്ന മെക്കാനിസം ആണ് അവിടെ റൺ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ അറിയാത്ത വ്യക്തികൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ടെർമിനൽ 3 എന്താണെന്നോ ടെർമിനൽ 14 എന്താണെന്നോ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് ചെയ്താൽ മതി, ഈ ബിസിനസിന്റെ വോളിയൂംസ് വാല്യൂസ് നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ ഓണർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരുമാനം കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക, എത്ര ക്രിപ്റ്റോ ടോക്കൺ ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കുക, അത് ഞാൻ എത്ര ആൾക്കാർക്ക് കൊടുക്കുന്നു അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ ത്രൂ പറയുകയാണെങ്കിൽ
സിമ്പിൾ ആയിട്ട് ഞാൻ രണ്ട് വ്യക്തികളിലേക്ക് ഈ ബിസിനസ് കൊടുക്കുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് ഞാൻ തോന്നുന്നു. നിങ്ങൾ ആശ്ചര്യത്തോടെ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാര്യങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാൻ, മനസ്സിലാക്കാം. സോ ഇവിടെ ടോട്ടലി ഈ ഒരു ഫോർജ് റിവോൾവ് എന്ന് പറയുന്ന ബിസിനസിനെ സംബന്ധിച്ചോളം $3090 എന്ത് ചെയ്യാം ടോട്ടലി വരിക. ഈ $3090 എന്ന് പറയുന്നത് ഇന്ത്യൻ മണി ഏകദേശം റൗണ്ട് ആയിട്ട് പറയുകയാണെങ്കിൽ 3 ലക്ഷം രൂപ. ഈ ഒരു ഓണർഷിപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കിട്ടിയിരിക്കുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് ലിങ്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടാവും. ആ ലിങ്ക് വേറൊരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ട് ഈ പ്രൊജക്ടിന്റെ കോയിൻ മാക്സിമം കളക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഇതിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ, നിങ്ങളെ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതിന്റെ ഭാഗമായി നിന്നാൽ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നത് ടെർമിനൽ 3 എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ 80% നിങ്ങൾക്ക് റെഫറൽ ഏർണിങ്സും, ടെർമിനൽ 14 അപ് ടു 50% വരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഏർണിങ്സ് ലഭിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ $3090 ബിസിനസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2089.5 ക്രിപ്റ്റോ ടോക്കൺ, റൗണ്ട് ആയിട്ട് പറയുകയാണെങ്കിൽ 2090 ക്രിപ്റ്റോ ഡോളർ, US ഡോളർ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് അതിലൂടെ വരുമാനം ലഭിക്കുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മണി 2 ലക്ഷം രൂപ എടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത്. 3 ലക്ഷം രൂപ ഇട്ട് വന്ന വ്യക്തിനെ സംബന്ധിച്ചോളം ഒരു ബിസിനസ് മാത്രം ഈ ഒരു കോയിൻ ഫോർജിലേക്ക് ഒരു കമ്മ്യൂണിറ്റീനെ മാത്രം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3 ലക്ഷത്തിന്റെ ഒരു കമ്മ്യൂണിറ്റീനെ ഈ കോയിൻ ഫോർജ് ഡെവലപ്പർക്ക് ഒരു ട്രസ്റ്റബിൾ ആയിരിക്കുന്ന ഒരു വ്യക്തിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പാരിതോഷികം എന്ന് പറയുന്നത് $2090 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ അടുത്താണ്. എഗെയിൻ നിങ്ങൾ രണ്ടാമതൊരു വ്യക്തിക്ക് അതേ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടും. നിങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഈ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഓണർഷിപ്പ് എടുത്ത വ്യക്തി പറയുകയാണെങ്കിൽ നിങ്ങൾ 3 ലക്ഷം രൂപ ഇട്ടിട്ടാണ് നിങ്ങൾ ഈ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഓണർഷിപ്പ് എടുത്തതെങ്കിൽ അത് രണ്ട് വ്യക്തിയിലേക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, 4 ലക്ഷം രൂപയുടെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, വരുമാനം ലഭിക്കുന്നുണ്ടാവും. ഇങ്ങനെ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം വരുമാനം കിട്ടുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ഇന്നും മാർക്കറ്റിൽ ഇല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു ബ്ലോക്ക് ചെയിനിലാണ്. അതുകൊണ്ട് തന്നെ ആ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് ഇപ്പൊ ആർക്കെങ്കിലും എന്തുണ്ടാവും, അത് നിങ്ങൾ വെറുതെ പറയുന്നതെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്മാർട്ട് കോൺട്രാക്ടിന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ അത് ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഇതിന്റെ ഡെവലപ്പേഴ്സിന് പോലും എന്ത് ചെയ്യില്ല, നാളെ ഇതിലൊരു മാറ്റത്തിരുത്തൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു എന്താ പറയാ, ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് പ്രൊജക്റ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡിജിറ്റൽ വാലറ്റ് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അല്ലെ. നിങ്ങൾക്ക് ഇപ്പൊ അറിയാം എന്താണ് ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ മെറ്റാമാസ്ക് എന്ന് പറയുന്ന ഒരുപാട് ഡീസെൻട്രലൈസ്ഡ് വാലറ്റിനെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷനെ കുറിച്ച് മാത്രം നിങ്ങൾക്ക് അറിയായിരിക്കും. ആക്ച്വലി ആ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന എന്താണ്, ഒരു ഡിജിറ്റൽ വാലറ്റ് ആയിട്ടാണ് ഇത് റൺ ചെയ്യുന്നത് അല്ലെ. ആ ഡിജിറ്റൽ വാലറ്റ് ഉണ്ടാകുന്ന വ്യക്തികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു പ്രൊജക്ടിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഡിജിറ്റൽ വാലറ്റിന്റെ പ്രത്യേകത എന്താണ്, ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇന്റർനെറ്റ് ആണല്ലേ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ പ്രൊജക്ട് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പ്രൊജക്ടിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണ്, ഇതിന്റെ ഡെവലപ്പേഴ്സ് ആണ്. ഈ ഡെവലപ്പേഴ്സിന് പോലും എന്തില്ല, നാളെ ഇതിലൊരു ഇൻവോൾവ്മെന്റ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വരുമാനം $2090 ആയിരിക്കട്ടെ, എഗെയിൻ നിങ്ങൾക്ക് $2090 അല്ലെങ്കിൽ 4 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് US ഡോളറായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, P2P സർവീസ് ഉപയോഗിച്ചുകൊണ്ട് സെല് ചെയ്യാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് എന്ത് ചെയ്യാം, ഫുള്ളി ഓണർഷിപ്പ് ഉള്ളത് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. ഇതിന്റെ സിസ്റ്റമാറ്റിക് ആണ് ഇത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ടെർമിനൽ 3 നിങ്ങൾക്ക് 80% ഒരു റെഫറൻസ് വന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക. സെക്കൻഡ് റെഫറൻസിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു 80% അവിടെ എന്ത് കിട്ടും, വരുമാനം കിട്ടും. എന്ന് വെച്ചാൽ ടെർമിനൽ 3 സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്ടിന്റെ വാല്യൂസിന്റെ ഇപ്പൊ ഉദാഹരണം പറയുന്നത് $1500 ആണെങ്കിൽ $1500 ഒരു മെക്കാനിസം അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് $1500 80% പറഞ്ഞാൽ $1200. $1200 എന്ന് പറഞ്ഞാൽ 1,50,000 ഒരു ബിസിനസ് നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ 1,20,000 രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ടെർമിനൽ 3 സിസ്റ്റം റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ സെക്കൻഡ് ഒരു വ്യക്തി വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് 80% കിട്ടും. മൂന്നാമത്തെ ഒരു വ്യക്തി നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ടെർമിനൽ 3 മെക്കാനിസം റിവോൾവിംഗ് നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ പ്രൊജക്ടിന് ആരാണോ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ലഭിച്ച് തന്നിരിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ ഒരു ഓണർഷിപ്പ്, അദ്ദേഹത്തിന് അത് ഓണർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ടാവും, ആ വരുമാനം റിവോൾവിംഗ് നടക്കുന്ന സമയത്ത്
നിങ്ങൾക്ക് നിങ്ങളെ സ്പോൺസറിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്രിപ്റ്റോ ടോക്കണുകൾ ലഭിക്കുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം $1200 റിവോൾവ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, 75%, $1500 75% ക്രിപ്റ്റോ ടോക്കൺ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ടാവും എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇതിന്റെ നെക്സ്റ്റ് സ്ലൈഡ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ്, അത് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത പറയുകയാണെങ്കിൽ ടെർമിനൽ 40 ഒരു ഡീറ്റെയിൽ ആണ്. ടോട്ടലി ടെർമിനൽ 40 എന്ന് പറയുന്നത് പോലെ, ടെർമിനൽ എന്ന് വെച്ചാല് ഒരു ഏരിയ ആണ് അല്ലെ. ആ ഏരിയയിൽ നിങ്ങൾക്ക് എത്ര ആൾക്കാർ വന്ന് പ്ലേസ്മെന്റ് ആവാം, 14 ആൾക്കാരാണ് പ്ലേസ്മെന്റ് ആവുക. 14 ആൾക്കാർ വന്ന് പ്ലേസ്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിനെ റെഫറൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വെറും 2 വ്യക്തിയിലേക്ക് മാത്രമല്ല 14 വ്യക്തിയിലേക്കാണ് ഈ ഒരു ബിസിനസ് നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 20 ലക്ഷത്തിന് മേലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കാര്യം. അവിടെ 3 ലെയർ ആയിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റത്തെ ലെയറിൽ നിങ്ങൾക്ക് 50% ലഭിക്കും. സെക്കൻഡ് ലെയറിൽ 4 ആൾക്കാർ വന്ന് പ്ലേസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ ലെയറിൽ തന്നെ നിങ്ങൾക്ക് 50+50 100% കിട്ടുന്നുണ്ടാവും. സെക്കൻഡ് ലെയറിന് അവിടെ 40% വെച്ചാൽ 4 ആൾക്കാർ വരുന്ന സമയത്ത് 40% പ്ലസ് ഒരു 30%, നമുക്ക് 12, ഇപ്പൊ 120ഉം 40, 160% നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും സെക്കൻഡ് ലെയർ. ഒരു 4 വ്യക്തിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അഗൈൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. കൂടാതെ പറയുകയാണെങ്കിൽ 8 വ്യക്തികൾ വന്ന് പ്ലേസ്മെന്റ് ആകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് അവിടെ 320% ആക്ച്വലി നിങ്ങൾക്ക് കിട്ടേണ്ടത് 160% കിട്ടുന്നുണ്ടാവും. കൂടാതെ 240% റഫറൽ ഏർണിങ്സ്. ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു $3090 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് വരുന്ന സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന 14 ആൾക്കാരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, ഏകദേശം 20 ലക്ഷത്തിന്റെ മേലെ കിട്ടും. ഇനി അതല്ലെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ സെക്ഷൻ ആണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ റോയൽറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 11 ലക്ഷം രൂപ കിട്ടും എന്നുള്ളത് എന്താണെന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. ഓക്കെ, അതിനാകെ വേണ്ട കാര്യം എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും, റോയൽ ഫോർജ് റൈസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫോർജ് റിവോൾവ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഫോർജ് റൈസിന്റെയും ഫോർജ് റിവോൾവിന്റെയും ഓണർഷിപ്പ് നിങ്ങൾ എടുത്തതുപോലെ ഒരു 5 ആൾക്കാരിലേക്ക് ഈ ഒരു ബിസിനസ്സിന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, 2 ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു, 14 ആളെ കാര്യം ഞാൻ പറഞ്ഞു, ഈ 14ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള ഒരു 5 ആൾക്കാരിലേക്ക് നിങ്ങൾ ഫോർജ് റൈസിന്റെയും ഫോർജ് റിവോൾവിന്റെയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾ കൊടുത്ത് ചെയ്തുകൊണ്ട് അവർക്ക് ഈ ഒരു ഓണർഷിപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന 3ാമത്തെ ഇൻകം ആയിരിക്കുന്ന റോയൽറ്റി NFT എന്ത് ചെയ്യുന്നുണ്ടാവും, കിട്ടുന്നുണ്ടാവും. ആ റോയൽറ്റി NFT കിട്ടാൻ വേണ്ടിയിട്ട് 5 വ്യക്തികളിലേക്ക് മാത്രമേ നിങ്ങൾ ബിസിനസ് കൊടുക്കണ്ടൂ. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ R0 എന്ന് പറയുന്ന ഓൾറെഡി നിങ്ങൾ റോയൽറ്റീന്റെ സ്റ്റാർട്ടിംഗ് എലിജിബിലിറ്റിയിൽ എത്തിയിരിക്കുന്ന വ്യക്തിക്ക് എന്ത് ലഭിക്കുന്നുണ്ടാവും, 5 ആൾക്കാരിലേക്കും നിങ്ങൾ ചെയ്തതുപോലെ ഒരു ബിസിനസിന്റെ ഓണർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ R1 കാറ്റഗറിയിലെ 20% പൈനിയർ പൊസിഷനിലുള്ള റാങ്കിങ്ങിലേക്ക് വരുന്ന NFT 20% NFT നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോ NFT ലഭിക്കുന്നത് ഒരു $105 മേലെ വരുമാനം കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എഫേർട്ട് എടുത്ത് വൺ ടൈം ആ ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് ഒരു 5 ആൾക്കാരിലേക്ക് ഈ റോയൽറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന പണി എന്താണ്, 5 ആൾക്കാരിലേക്ക് ഫോർജ് റൈസ് എന്ന് പറയുന്ന ബിസിനസിനെയും ഫോർജ് റിവോൾവ് എന്ന് പറയുന്ന ബിസിനസിനെയും നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാസാമാസം എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിന്റെ 20% ഷെയർ കിട്ടുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ജനുവരിയിൽ $100 കിട്ടിയ വ്യക്തിക്ക് ഫെബ്രുവരിയിലും കിട്ടുന്നുണ്ടാവും, മാർച്ചിലും കിട്ടുന്നുണ്ടാവും, ഏപ്രിലും ലൈഫ് ടൈം എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പ്രൊജക്ട് ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ബിസിനസ്സിലൂടെ റോയൽറ്റി കിട്ടുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഈ പ്രൊജക്ട് ലൈഫ് ടൈം പ്രൊജക്ട് ആണ് അല്ലെ. അതുകൂടാതെ നിങ്ങൾക്ക് 20% കിട്ടിയതുപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കൂടെ വന്നിരിക്കുന്ന വ്യക്തികളിലേക്കും 20% കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണി മാത്രം നിങ്ങൾ എടുത്തു കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ നിങ്ങളൊരു 5 റെഫറൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ 5 റെഫറൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ 5 റെഫറൻസ് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികളിലേക്കും ഈ 20% റോയൽറ്റി വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരെ സഹായിച്ചതിന്റെ ഭാഗമായിട്ട് ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 30% വിഷണറി പൊസിഷനിലുള്ള റോയൽറ്റി NFT ലഭിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു $1000 അടുത്തുള്ള മേലെ വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മേലെയോ അല്ലെങ്കിൽ അതിൽ കണക്കായിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ചെയ്ത എഫേർട്ട് എന്താണ്, നമ്മൾക്ക് നമ്മളെ കൂടെ വിശ്വസിച്ച് വന്നിരിക്കുന്ന 5 വ്യക്തികളിലേക്ക് ഈ ഒരു ബിസിനസ്സിന് കൊടുത്ത സമയത്ത് നമ്മൾക്ക് 20% കിട്ടിയത് കൊണ്ട് ആ 5 വ്യക്തികളിലേക്കും എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് 20% ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളെ ഒരു ഹെൽപ്പോട് കൂടി അവർക്ക് ഒരു 20% കിട്ടുന്ന സമയത്ത് അവർ വന്ന് ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, ഒരു 30% കിട്ടുന്നുണ്ടാവും അല്ലെ. അപ്പോ പരോപകാരം എന്ന് പറയാം അല്ലെ. പരോപകാരം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റോയൽറ്റി എക്സ്ട്രാ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അതേ രീതിയിൽ
നിങ്ങൾക്ക് 30% കിട്ടിയതുപോലെ നിങ്ങളും കൂടെ വന്നിരിക്കുന്ന ആ 5 വ്യക്തികൾക്ക് മീൻസ് 20% കിട്ടിയ വ്യക്തികൾക്ക് 30% കൂടി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഒരു സഹായം, ഒരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് 30% കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എന്ത് കിട്ടുന്നുണ്ടാവും? 50% കിട്ടുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലൂടെ ഒരു 150-155 ആൾക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? ഒരു റോയൽറ്റി NFT ലഭിക്കുന്ന വ്യക്തികളായി മാറാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ആണ് ആയതുകൊണ്ട് തന്നെ, ഒരു ഓട്ടോമാറ്റിക് ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവിടെ പാസീവും ഉണ്ട് ആക്റ്റീവും ഉണ്ട്. നിങ്ങൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആക്റ്റീവ് ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കാം. നിങ്ങൾ എഫേർട്ട് എടുക്കാതെ നിങ്ങളെ സ്പോൺസറിനെ വിശ്വസിച്ചുകൊണ്ട് കൂടെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയും എന്ത് ചെയ്യുന്നുണ്ടാവും? അദ്ദേഹത്തിലൂടെയും അദ്ദേഹത്തിന്റെ സ്പോൺസറിലൂടെയും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ വന്ന് കണക്ട് ആയവരിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? പാസീവ് ഇൻകം കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എഫേർട്ട് ഇടാതെ കിട്ടുന്ന വരുമാനത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാതെ അതിനേക്കാൾ കൂടുതൽ വരുമാനം, ഒരു 80%, ഒരു 50% വരുമാനം കിട്ടുന്ന സ്മാർട്ട് കോൺട്രാക്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? പാസീവ് ഇൻകത്തിനേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ട് ഇൻകം എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നോ റിസ്ക് മാനിപ്പുലേഷൻ ആണ് ഇതൊരു സ്മാർട്ട് കോൺട്രാക്ട്, വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട്, അതും ബ്ലോക്ക് ചെയിനിൽ സേവ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് പോലും ഇതെന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നാളെ ഷട്ട് ഡൗൺ ചെയ്ത് പോകാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ ഫണ്ടിന്റെ ഫുൾ കൺട്രോൾ നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് കോയിൻ ലഭിച്ചിരിക്കുന്നത് ആ കോയിന്റെ കംപ്ലീറ്റ് കൺട്രോൾ നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന US$ കൺട്രോളും നിങ്ങൾക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ ഇരുന്നുകൊണ്ട് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽ അഡ്വാൻറ്റേജ് ആണ്. എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഏൺ ചെയ്യാം. അപ്പോ ഫോർജ് റിവോൾവിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അൺലിമിറ്റഡ് ഏർണിങ്സ് ഇൻ മോഷൻ ആണ്. ഓരോ അനക്കത്തിലും എന്തുണ്ട്? നിങ്ങൾക്ക് ഫോർജ് റിവോൾവിൽ വരുമാനങ്ങൾ ലഭിക്കുന്ന ആളായി മാറാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ അതിന്റെ ഫുള്ളി ഓണർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോ ഒരു $15 ഓണർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് $15 കണക്കായിട്ടുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഈ ടെർമിനൽ 14 പ്രത്യേകത എന്താണ്? നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് ടെർമിനൽ 3 നിങ്ങൾക്ക് വരുമാനം ലഭിക്കുക. ടെർമിനൽ 14 പ്രത്യേകത എന്താണ്? നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആര് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു ബിസിനസ്സിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് എന്ത് ചെയ്യാം? മുന്നോട്ട് വരിക, നല്ല രീതിയിൽ വരുമാനങ്ങൾ നേടുന്ന വ്യക്തികളായി മാറുക. അല്ലാതെ ഈ ബിസിനസ് കിട്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്റെ കയ്യിൽ പണമില്ല, അത് അറേഞ്ച് ചെയ്യട്ടെ, അല്ലെങ്കിൽ അത് സമയമായിട്ടില്ല എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന വ്യക്തികളോട് സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ളത്, കയ്യിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾ തുടങ്ങുക, അല്ലെ? വഴിയും ആയുധവും എന്ത് ചെയ്യും? രണ്ടും നമ്മളെ തേടി വരും. ഏതിലൂടെ? വഴി എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് എന്തുണ്ടാവും? ആ ഒരു തുറന്നു കിട്ടുന്നുണ്ടാവും. ആയുധം എന്ന് പറയുന്ന വരുമാനമാണ്, അല്ലെ? നിങ്ങൾക്ക് ഈ പ്രൊജക്ടിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം വരുമാനം നേടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന്റെ കയ്യിലുള്ള പണം കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ സമയമാവട്ടെ എന്ന് കരുതി എന്ത് ചെയ്യാം? മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? ഒരിക്കലും സമയം ഉണ്ടാവില്ല, സമയം ആവത്തില്ല, അല്ലെ? അപ്പോ ഇന്നാവട്ടെ, നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ എന്ന് പറയുന്ന ജഗതി പറയുന്ന പോലെ ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണ്ട, ആവണ്ട. അതുകൊണ്ട് ഇത്രയും നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് മാക്സിമം എന്ത് ചെയ്യുക? നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോ ജയിച്ചേ മതിയാവും എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ, ജയിച്ചേ മതിയാവും എന്നൊരു തിരിച്ചറിവ് കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏതൊരു ശ്രമത്തിന്റെയും മോട്ടിവേഷൻ എന്താണ്? ആ ജയം തന്നെയാണ്, അല്ലെ? അപ്പോ നിങ്ങൾ ഫോക്കസ് മൈൻഡോട് കൂടി വെച്ചാല് ഒരൊറ്റ കോഴ്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറഞ്ഞ ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസിന്റെ മേലെ വേറൊരു ബിസിനസ് ഉണ്ടാവാം. പല ആൾക്കാർ പറയാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരുമാനം ലഭിക്കുന്ന പ്രോഗ്രാം ഉണ്ട് ബ്രോ, ഇതിലേക്ക് വാ ബ്രോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവാം. അതിന്റെ ഭാഗമായി നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നിന്ന് കൺസിസ്റ്റൻസി ആയിട്ട് ലൈഫ് ടൈം വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ വേണ്ടി എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രമിക്കുക എന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു ചെറിയൊരു ഉപദേശം എന്നുള്ളത്. ഓക്കെ, എന്റെ സെഷൻ കേട്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം, മാക്സിമം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിനെ കുറിച്ച് കമന്റ് ചെയ്യാം. ഓക്കെ, wish you all the best, wish you all the success. Thank you very much.